പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. പ്രാചീന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു. അവൻ ഉണ്ടും ഉറങ്ങിയും ജീവിച്ചത് പ്രകൃതിയിൽ തന്നെയാണ്. അവൻ്റെ ഭക്ഷണം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കായ്ഫലങ്ങളും അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങളുമൊക്കെയായിരുന്നു. അതിന് രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കാൻ മനുഷ്യൻ അന്ന് ശീലിച്ചിരുന്നു. എന്നാൽ തീയുടെ കണ്ടുപിടുത്തത്തോടു കൂടി എല്ലാത്തിലും ഒരു വ്യത്യാസമുണ്ടായി. ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കഴിക്കാനും മരുന്നുകൾ അതിൻ്റെ ഭാവത്തിൽ വ്യത്യാസം വരുത്തി ഉപയോഗിക്കുവാനുമൊക്കെ മനുഷ്യർ തുടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമുക്കറിയാം, പ്രകൃതിയിൽ ആ രൂപത്തിലും ഭാവത്തിലും അതുപോലെ നമ്മൾ കിട്ടുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നിൽപ്പെടുന്നതാണ് പഴങ്ങൾ. ആധുനിക കാലഘട്ടത്തിലെ യന്ത്രവൽക്കരണത്തിലും അതിൻ്റെ കണ്ടുപിടുത്തത്തിലും ഇന്ന് അതിനും രൂപമാറ്റം വന്നിരിക്കുന്നു. എങ്കിലും ഏറെക്കുറെ നമ്മുടെയൊക്കെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും പഴങ്ങൾ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നാം പരിശ്രമിക്കാറുമുണ്ട്. ഇന്ന് നാം പ്രത്യേകമായിട്ടും കാണുന്നത് പപ്പായ എന്ന ഔഷധ ഫലത്തെക്കുറിച്ചാണ്. മാലാഖമാരുടെ പഴം എന്ന് അറിയപ്പെടുന്ന കപ്ലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു ബിസിനസ്സായിട്ട് കപ്പളം നട്ട് അതിൻ്റെ ഫലം കയറ്റി അയക്കുന്ന ഒരു വ്യവസായം നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളമായിട്ട് കപ്പളങ്ങ നമ്മളും നട്ട് പരിപാലിക്കുന്നുണ്ട്. ഒരു തായ്തണ്ടോട് കൂടിയാണ് കപ്പളം വളരുന്നത്. ഇതിൻ്റെ തട്ടുതട്ടായിട്ട് ഇലകൾ നീളം കൂടിയ തണ്ടുകളിൽ കാണപ്പെടുന്നു. 22 തരത്തിലുള്ള കപ്പളം ഈ ലോകത്തിൽ പല വെറൈറ്റീസായിട്ട് കാണുന്നുണ്ട്. ഇതിൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ആൺകപ്പളം, പെൺകപ്പളം, ഉഭയകപ്പളം, ഇങ്ങനെ 3 തരത്തിലാണ് കപ്പളത്തിൻ്റെ വളർച്ച. ഇതിൽ ആൺകപ്പളത്തിലും പെൺകപ്പളത്തിലും കായ പിടിക്കാനായിട്ട് ഒത്തിരി പാടാണ്, പിടിക്കാറില്ല. ഉഭയകപ്പളം എന്ന് പറഞ്ഞാൽ ആൺപൂവും പെൺപൂവും ഉണ്ടാകുന്ന കപ്പളത്തിലാണ് ധാരാളമായിട്ട് കപ്പളങ്ങ ഉണ്ടാകുന്നത്. കാരിക്ക പപ്പായ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. കപ്പക്കായ, പപ്പായ, കപ്പളങ്ങ, ഓമക്കായ, ഇങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിലും ഈ കായ അറിയപ്പെടുന്നു. വെളുത്ത പൂക്കളാണ് ഇതിൽ കാണുന്നത്. സിലിണ്ടറിക്കൽ ഷേപ്പോട് കൂടിയ വലുപ്പമുള്ള കായകളാണ് ഇതിലുണ്ടാകുന്നത്. പഴുത്തു കഴിയുമ്പോൾ ഈ കായയുടെ നിറം, ഈ തൊലിയുടെ നിറം ഇളം മഞ്ഞ നിറത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് നിറത്തിലേക്കോ വരും. അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പും ഫ്ലഷി പാർട്ടും അതുപോലെ തന്നെ ഓറഞ്ച് നിറമായിട്ട് മാറും. വെളുത്ത ചെറിയ വിത്തുകൾ പാകമായി കഴിയുമ്പോൾ കറുത്ത നിറത്തിലേക്ക് ഇതിൻ്റെ രൂപാന്തരീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. പപ്പായയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ എന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചശക്തിക്ക് ഒത്തിരിയേറെ ഫലപ്രദമായ ഒരു ഫ്രൂട്ടാണ് പപ്പായ. ബീറ്റാ കരോട്ടിനും ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ഒരുപാട് ആളുകൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് പപ്പായ. പപ്പായ അത് മൂക്കുന്നതിന് മുൻപ് അതിൻ്റെ കായ ആകുന്ന സമയത്ത് തന്നെ
പപ്പൈൻ എന്ന എൻസൈം ധാരാളമായിട്ട് അതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിൽ നമ്മുടെ ദഹന പ്രക്രിയയെ കൂടുതലായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. കുട്ടികളിലുണ്ടാകുന്ന കൃമിശല്യത്തിന് നമ്മൾ പപ്പായ കൊടുക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുതിർന്നവരിലും വിരശല്യത്തിന് പപ്പായ, പച്ച പപ്പായ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വേവിച്ച്, 1 ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് അതിൽ വേവിച്ച് 1/2 ഗ്ലാസ്സാക്കി അത് അരച്ചെടുത്ത് കുഴമ്പ് രൂപത്തിൽ കഴിക്കുന്നത് വിരശല്യം മാറാനായിട്ട് സഹായിക്കുന്നതാണ്. വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കണം. അത് കഴിഞ്ഞ് വിശപ്പാകുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത് ദഹന പ്രക്രിയ കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കുടലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. സൗന്ദര്യ സംരക്ഷണത്തിന് ഒത്തിരിയേറെ ആൾക്കാർ പപ്പായ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വൈറ്റമിൻ എയും അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിനും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തൊലിയിലുണ്ടാകുന്ന ചുളിവുകളെ മാറ്റുവാനും ശരീരത്തിലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഓയിൽ രൂപപ്പെടുത്തുവാനും പപ്പായയ്ക്ക് ഒത്തിരിയേറെ കഴിവുണ്ട്. പപ്പായയിൽ ഉണ്ടാകുന്ന എസൻഷ്യൽ ഓയിൽ പ്രത്യേകിച്ച് പപ്പായയുടെ കുരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. ഡ്രൈ സ്കിന്നായിട്ടുള്ള വ്യക്തികൾക്ക് പപ്പായയുടെ കുരു ഉണക്കി പൊടിച്ച് അത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ച് ഒരു 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പോറസുകളെ ഓപ്പൺ ചെയ്തുകൊണ്ട് തൊലിക്ക് ഏറ്റവും മൃദുത്വം നൽകിക്കൊണ്ട് പുതിയ ഓയിൽ ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുകയും ഡ്രൈ സ്കിൻ എപ്പോഴും മൃദുത്വമുള്ളതായിട്ട് തീരുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. സോറിയാസിസിനും ഒത്തിരിയേറെ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോറിയാസിസ് അത് പൊട്ടിയതിന് ശേഷമല്ല, പാടുകൾ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കിഡ്നി പേഷ്യൻസിന് സാധാരണയായിട്ട് ഫലങ്ങളൊന്നും തന്നെ കഴിക്കാനായിട്ട് അനുവാദമില്ല. പക്ഷേ ഡോക്ടേഴ്സ് പപ്പായ കഴിക്കാനായിട്ട് പറയും. അതിന് കാരണം സോഡിയം ഒട്ടും ഇല്ലാത്ത ഒരു പഴമാണ് പപ്പായ, അല്ലെങ്കിൽ സോഡിയം വളരെ കുറവുള്ള ഒരു പഴമാണ് പപ്പായ. അതുകൊണ്ട് തന്നെ BP റെഗുലേറ്റ് ചെയ്യുവാനും സോഡിയത്തെ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശത്തെ കുറച്ചുകൊണ്ട് ഈ പഴം കിഡ്നിയിൽ നല്ല ഒരു ആക്ടറായിട്ട് അല്ലെങ്കിൽ സഹായിയായിട്ട് പ്രവർത്തിക്കുകയും കിഡ്നിയുടെ ഫങ്ഷനെ ഫലപ്രദമായ രീതിയിൽ ഫങ്ഷൻ നടത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പഴമാണ് പപ്പായ. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ടും പപ്പായയിൽ ഉണ്ടാകുന്ന എൻസൈംസിന് സഹായിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിലെ വിശപ്പിൻ്റെ അംശത്തെ കുറയ്ക്കുകയും ഒപ്പം ശരീരത്തിലുണ്ടാകുന്ന കൊളസ്ട്രോള്, ഫാറ്റ് എന്നിവയൊക്കെ ഉരുക്കി കളയുവാനായിട്ടും പച്ചപ്പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. പ്രസവശേഷം സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാ ദിവസവും കപ്ലങ്ങയുടെ പഴം കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ കാലിൽ ഉണ്ടാകുന്ന ആണി അല്ലെങ്കിൽ അരിമ്പാറ പോലുള്ള അസുഖങ്ങൾക്ക് പപ്പായയുടെ കറയും പൊൻകാരവും ചേർത്ത് തേയ്ക്കുന്നത് ആണി അല്ലെങ്കിൽ അരിമ്പാറ പോകുവാനായിട്ട് ഒത്തിരിയേറെ സഹായിക്കും. ഇതുപോലെ തന്നെ പപ്പായയുടെ കറ പല മുറിവുകൾ, പുഴുക്കടികൾ ഇവയെല്ലാം മാറ്റുവാനായിട്ടും സാധാരണയായി കാലഘട്ടങ്ങളിൽ പ്രാചീന കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് ഇന്നും പല പാരമ്പര്യ ഔഷധങ്ങളിലും ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ഈ കറയിലും പപ്പൈൻ എന്ന എൻസൈം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിവുകളെ ഉണക്കാനും കരിക്കുവാനുമായിട്ട് സഹായിക്കുന്നു. പപ്പായ ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാംസ ആഹാരങ്ങൾ കഴിച്ചതിന് ശേഷം പപ്പായയുടെ പഴം കഴിക്കുന്നത് പ്രോട്ടീനെ ദഹിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നു. ശരീരത്തിൽ കൊഴുപ്പുകൾ കൂടി ഉണ്ടാകുന്ന ലംപ് അല്ലെങ്കിൽ ചെറിയ ഫൈബ്രോയിഡ്സ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കും പപ്പായ കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഹെപ്പാറ്റോമെഗാലി, സ്പ്ലീനോമെഗാലി എന്ന് പറഞ്ഞ് കരളിന് വീക്കം വരിക അല്ലെങ്കിൽ സ്പ്ലീനിന് വീക്കമുണ്ടാകുന്ന അവസ്ഥയിലും പപ്പായ പഴം കഴിക്കുന്നത് ഈ വീക്കത്തെ കുറയ്ക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുന്നു. ശരീരത്തിലെ രക്തത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ രക്താണുക്കളെ എല്ലാം മാറ്റി രക്തത്തെ ശുദ്ധീകരിക്കാനും പപ്പായയ്ക്ക് ഒത്തിരി നല്ല ഒരു കഴിവുണ്ട്. നമുക്കറിയാം, ഡെങ്കു പടർന്നു പിടിച്ച കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രസിദ്ധിയാർജിച്ചതാണ് പപ്പായയുടെ ഇല ഉപയോഗിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുവാനായിട്ട് തളിര് പപ്പായയുടെ ഇല അരച്ച് 1 ടീസ്പൂൺ വീതം ദിവസവും എടുക്കുന്നത് നല്ലതാണ്.
പക്ഷേ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കൗണ്ട് കൂടിയിട്ടുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണമെന്നത് മാത്രം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അമിതമായിട്ടിത് കഴിച്ചാൽ മറ്റു പലവിധ അസുഖങ്ങളും അമിതമായ ഛർദി പോലുള്ള അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. പപ്പായയുടെ ഇലയുടെ നീര് പിഴിഞ്ഞ് അതിൽ നാരങ്ങ നീരും ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചറിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പനിയും കുറയുന്നതാണ്. പപ്പായയുടെ കുരു ഉണക്കി പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് ഒരു പരിധിവരെയും കൊളസ്ട്രോൾ തടയാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുടലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കുവാനും ഇത് വളരെ ഫലപ്രദമാണ്. നമ്മളിന്ന് പപ്പായയെക്കുറിച്ചാണല്ലോ, പപ്പായ ചെടി കണ്ടിട്ടുണ്ട്. പപ്പായയെക്കുറിച്ചാണ് നമ്മളിന്ന് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം. ഒരു പപ്പായയാണ് ഇപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. കാലിലെ ആണിക്കും അരുമ്പാറയ്ക്കും ഈ പപ്പായ കൊണ്ടുള്ള ഒരു മെഡിസിൻ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ കാലിലെ ആണിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു പപ്പായ എടുക്കുന്നു. അതിനുശേഷം നമുക്ക് പൊൻകാരം എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ പൊൻകാരം നമ്മളിതിനെ പൊരിക്കണം. പൊൻകാരം എന്ന് പറയുന്ന സാധനം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു ഓട്ടുചട്ടിയിലിട്ട് ഇങ്ങനെ വറുക്കുമ്പോൾ അതിങ്ങനെ പൊരിഞ്ഞു വരും. അങ്ങനെ പൊങ്ങി വരുന്ന സാധനമാണ് പൊൻകാരം. ഈ പൊൻകാരത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പപ്പായയുടെ പുറത്തുള്ള ഈ പാലെടുക്കണം. പപ്പായയുടെ പുറത്തുള്ള ഈ പാലെടുത്ത് പൊൻകാരത്തിൽ ലയിപ്പിച്ച് നമുക്കതുകൊണ്ട് നല്ലൊരു മെഡിസിൻ, നല്ലൊരു പേസ്റ്റ് പോലെ ആക്കുന്നു. ആ പേസ്റ്റ് അരുമ്പാറയിലും അതുപോലെ തന്നെ കാലിലെ ആണിയിലും പുരട്ടുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി സുഖമാകുന്നത് കാണാം. അരുമ്പാറയ്ക്ക് കുറച്ച് ദിവസം പുരട്ടിയാൽ 4-5 ദിവസം. അതേസമയം ആണി വളരെ ആഴത്തിലായിരിക്കും ഇരിക്കുന്നത്, കാലിലെ ആണി. അതുകൊണ്ടാണ് അതിനെ കാലിലെ ആണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗമാട്ടോ. അത് കാലിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതിന് ഇത് ഒരു 21 ദിവസത്തേക്ക് നമ്മൾ പുരട്ടണം. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നും ഈ പപ്പായയുടെ പാല് നമ്മളെടുക്കുന്നത്? പപ്പായയുടെ പാലെടുക്കാൻ വേണ്ടി പപ്പായയെ ഇങ്ങനെ ഒന്ന് വരയണം. വരഞ്ഞപ്പം പാലൊഴുകുന്ന കണ്ടല്ലോ. ആ ഒഴുകുന്ന പാലിനെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ശേഖരിക്കുന്നു. കണ്ടോ, പാല് നന്നായിട്ട് അതേ കൂടെ വരുന്നത് നമുക്ക് ഒഴുകി വരുന്നത് നമുക്ക് കാണാം. പപ്പായ ഇരിക്കുമ്പോൾ ഈ പാലൊന്നും നമ്മൾ കാണില്ല. പക്ഷേ പപ്പായ ഇങ്ങനെ വരഞ്ഞു കഴിയുമ്പോൾ അതിലെ പാലൊക്കെ ഇങ്ങനെ ഊർന്നു വരും. ഇപ്പം നമ്മൾ പപ്പായയുടെ പാലെടുത്തു. ആ പാല് ഒഴുകി ആദ്യം വരുമ്പോൾ ഈ പപ്പായയുടെ പാല് നല്ല വെള്ള കളറിലിരിക്കും. എന്നാൽ അത് അല്പസമയം കഴിയുമ്പോഴത്തേക്കും അതൊരു കട്ടി ഭാഗമാകും. അപ്പോൾ നമ്മൾ ഈ പപ്പായ എടുത്തു, അതിൻ്റെ പാല് നമ്മളെടുത്തു. പാലെടുത്തത് ഈ പ്ലേറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും അതിനൊരു നല്ല വെളുത്ത കട്ടിയുള്ള കളറായി മാറി. കളർ മാറിയിട്ടില്ല, കട്ടിയുള്ള അവസ്ഥയിലേക്ക് മാറി. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊൻകാരമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. പൊൻകാരം ഇത്രയും പൊൻകാരം എടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. അങ്ങനെ ചേർത്ത് അതിനെ നന്നായിട്ട് നമ്മളൊന്ന് യോജിപ്പിക്കുന്നു. അങ്ങനെ യോജിപ്പിക്കാൻ നമുക്കൊരു ഈർക്കിലിയും കൂടെ ഉപയോഗിക്കാം. കാരണം ഇനി കൈകൊണ്ട് നമ്മളത് തൊടാൻ പാടില്ല. കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഒരു പൊള്ളി അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് കൈകൊണ്ട് തൊടാൻ പാടില്ല എന്ന് പറയാൻ കാരണം. നമ്മളിതിനെ യോജിപ്പിച്ചു. അപ്പം നമ്മളൊരു പച്ച ഈർക്കിലി എടുത്തിട്ട് അതുകൊണ്ടാണ് ഇനി നമ്മളിതിനെ യോജിപ്പിക്കുന്നത്. ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത ഈ ചെറിയ ലായനി എന്ന് പറയാൻ പറ്റില്ല, ഈ ചെറിയ മിശ്രിതത്തെ നമ്മൾ അരുമ്പാറയുള്ള ഭാഗത്ത് നമ്മൾ പുരട്ടുകയാണ്. അരുമ്പാറയിൽ മാത്രമേ തൊടാൻ പാടുള്ളൂ, മറ്റൊരിടത്തും ഇത് തൊടാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം എൻ്റെ കയ്യിലൊരു ചെറിയ അരുമ്പാറയുണ്ട്, ഞാനതിൽ തൊട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള അരുമ്പാറ. ഈ അരുമ്പാറയിൽ തൊടുന്നത് നമ്മൾ ഈ പ്രകാരം തൊടണം. ഇത്രേ തൊടാൻ പാടുള്ളൂ. അരുമ്പാറയുള്ള ആ ഭാഗത്ത് മാത്രം
പച്ച ഈർക്കലി കൊണ്ട് ഈ മരുന്നുണ്ടാക്കിയെടുത്ത്, അതായത് പൊൻകാരവും കപ്പളങ്ങായുടെ പാല്, കപ്പളങ്ങായുടെ പാല്, ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചതാണ് ഈ കാണുന്ന മിശ്രിതം. ഇതിനെ നമ്മൾ ആ അരുമ്പാറയുള്ള ഭാഗത്ത് മാത്രം പുരട്ടുന്നു. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് സമയം നമുക്ക് വച്ചിരിക്കാം. അതിനുശേഷം നമുക്കത് എടുത്തു കളയാം. അങ്ങനെ ഒരു 21, ഇത് കരിമ്പാറയ്ക്ക് ഒരു 15 ദിവസം തേച്ചാൽ മതി ഏകദേശം. അതേസമയം ആണിക്കാണെങ്കിൽ ഒരു 21 ദിവസമെങ്കിലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം. തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈർക്കലി കൊണ്ട് മാത്രമേ, ആ കൃത്യം ഉള്ളിടത്ത് മാത്രമേ തൊടാവുള്ളൂ. കാലിൽ തേച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അരമണിക്കൂർ സമയം കാല് നീട്ടി വെച്ചുകൊണ്ടിരിക്കണം, കാലിൽ നിന്ന് അത് പോകാതിരിക്കാൻ വേണ്ടി. കയ്യിൽ തേച്ചതിന് ശേഷം നമ്മളത് മറ്റൊരിടത്തും കൊണ്ട് തേക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ആ നീര് ഇത്രയും സമയം കൊണ്ട് ആ നീര് വലിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പല്ലുവേദനയ്ക്ക് ഒരു നല്ല മരുന്ന് ഈ പപ്പായ കൊണ്ട് നമുക്കുണ്ടാക്കാം. പല്ലുവേദന സാധാരണ പല്ലിലെ ഇത് വെറുതെ ഈ പഴുപ്പ് വരുന്നതുകൊണ്ടുള്ളതല്ല. പല്ലിൽ പുഴു വന്നു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വരാറുണ്ട്. അപ്പോൾ പല്ലിൽ പുഴുവിന് നമുക്ക് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പോകുന്നതാണ്. 1 ഇഞ്ച് നീളത്തിൽ പപ്പായയുടെ വേര് നമ്മൾ മുറിച്ചെടുക്കണം. 1 ഇഞ്ച് നീളത്തിൽ പപ്പായയുടെ വേര് നമ്മൾ മുറിച്ചെടുക്കണം. അതിനുശേഷം ഒരു ഇഞ്ച് നീളത്തിൽ പപ്പായയുടെ വേര് നമ്മൾ മുറിച്ചെടുത്തു. ഇത് കഴുകി വെച്ചിരിക്കുന്ന പപ്പായയുടെ വേരാട്ടോ. അപ്പോൾ ഈ വേര് നമ്മൾ ഒരു ഇങ്ങനെ എടുത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 3 അല്ലിയേ പാടുള്ളൂ. കാരണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഇത് വെച്ച് കഴിയുമ്പോഴുള്ള ആക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പല്ലിന് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ എന്ത് ആക്ഷൻ ഉണ്ടാകുമോ അതേ ആക്ഷനാണ് ഈ മരുന്ന് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അളവ് കൂട്ടാൻ പാടില്ല. 3 അല്ലി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ആ 3 അല്ലി മാത്രമേ അതിനുപയോഗിക്കാൻ പാടുള്ളൂ. 1 ഇഞ്ച് കപ്പളത്തിൻ്റെ വേരിന് 3 അല്ലി വെളുത്തുള്ളി. അത് തൊണ്ട് പൊളിക്കണം. നന്നായിട്ട് അതിൻ്റെ തൊണ്ട് പൊളിച്ച് ഒട്ടും തൊണ്ടില്ലാതെ എടുക്കണം. എന്നാൽ മാത്രമേ അത് ശരിക്കും നമുക്കങ്ങനെ അരച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വെളുത്തുള്ളിയുടെ തൊണ്ട് കളഞ്ഞത് 3 എണ്ണം. അതുപോലെ തന്നെ കപ്പളത്തിൻ്റെ വേര് 1 ഇഞ്ച്. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ എടുക്കുന്നു. ഇതിനെ നമ്മൾ നന്നായിട്ട് ചതയ്ക്കുന്നു. ചതച്ചതിന് ശേഷം, ചതച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കല്ലിൽ വെച്ച് ചതയ്ക്കണം. കല്ലിൽ വെച്ച് ചതച്ച് ഇത് തിരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് കാണാമല്ലോ. ആദ്യം നമ്മൾ ഈ വേരിനെ നമ്മൾ ചതയ്ക്കുന്നു. നമ്മൾ ഇതിങ്ങനെ ചതച്ചെടുത്തു. ചതച്ചതിന് ശേഷം നന്നായിട്ട് അരയ്ക്കുന്നു. അരകല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് നമുക്കത് കിട്ടുന്നു. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി നമ്മൾ വയ്ക്കുന്നു. അതിന് ശേഷം അതും കൂടി കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കപ്പളത്തിൻ്റെ വേരും അരച്ചു, വെളുത്തുള്ളിയും ചേർത്ത് നമ്മൾ അരച്ചിട്ട് ഇതിനെ നമ്മൾ ഒരു 4 ഉരുളയായിട്ട് നമ്മളിതിനെ എടുക്കുന്നു. 4 ഉരുളയായിട്ട് നമ്മളിതിനെ എടുക്കുകയാണ്. നന്നായിട്ട് അരച്ചതിന് ശേഷം വേണം 4 ഉരുളയായിട്ട് എടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് ജോയിൻ്റായി. ഒരു 4 ഭാഗമായിട്ട് നമ്മളിതിനെ മാറ്റി വയ്ക്കുന്നു. ഇത് നമുക്കൊരു സോസറിലേക്ക് 4 ഭാഗമായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ 4 ഭാഗമായിട്ട് മാറ്റി വെച്ചതിന് ശേഷം
ഇപ്പം 4 ഭാഗമായി. ഇപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളിപ്പം പല്ല് വേദനയുള്ള കുട്ടിയാണെങ്കിൽ, ഒരു 10-12 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ആണെങ്കിൽ, ആ കൊച്ചിൻ്റെ വായ് പൊളിച്ചിട്ട് ആ വേദനയുള്ള പല്ലിലേക്ക് ഈ ഭാഗം ഇതങ്ങ് വെച്ച് കൊടുക്കണം. വേദനയുള്ള ഭാഗത്ത് ഇത് വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പം കുട്ടിയോട് പറയണം വാ പൊളിച്ച് ഇങ്ങനെ വാ പൊളിച്ചിരിക്കാൻ പറയണം. അപ്പോൾ കുട്ടി അങ്ങനെ വാ പൊളിക്കുന്നു. വാ പൊളിച്ച് നമ്മളിത് വെക്കുന്നു. വെച്ചതിന് ശേഷം പല്ല് തമ്മിൽ കൂട്ടി കടിച്ച് പിടിക്കാൻ പറയണം. ഇങ്ങനെ കടിച്ച് പിടിക്കാൻ പറയണം. അങ്ങനെ കടിച്ച് പിടിച്ച് 2 മിനിറ്റേ കടിച്ച് പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് കടിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ പച്ചവെള്ളം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് വായിലിരിക്കുന്ന ആദ്യം വെച്ച മരുന്നിനെ നമ്മൾ വായിൽ നിന്ന് എടുത്തിട്ട് ഈ പച്ചവെള്ളത്തിൽ കുലുക്കുഴിഞ്ഞ് കളയാൻ പറയുന്നു. ഫ്രഞ്ചുകാരനായ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന വ്യക്തിയാണ് മാലാഖമാരുടെ പഴം അല്ലെങ്കിൽ ഏഞ്ചൽസ് ഫ്രൂട്ട് എന്ന് പപ്പായയ്ക്ക് പേര് നൽകിയത്. മാലാഖമാരുടെ പഴം എന്നതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമായ സകല മൂലകങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് ഇത്. നമ്മുടെ അടുക്കളയിൽ ഭക്ഷണമായിട്ട് നാം ഇത് ഏറെക്കുറെ ഉപയോഗിക്കാറുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് പ്രമേഹക്കാരുടെ ഇഷ്ടഭക്ഷണമായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതും പപ്പായ എന്ന ഈ ഔഷധ ഫലമാണ്. ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളെ കൂടുതൽ ഗഹനമായി പഠിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിലെ വിഭവമായിട്ട് ഔഷധക്കൂട്ടിലെ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാം. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.